ഒരു നൂറ്റാണ്ട് പിന്നിട്ടു കഴിഞ്ഞ ഇന്ത്യയുടെ പ്രക്ഷേപണ ചരിത്രം, ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയ ഒരു കടൽത്തീര നഗരം. ഇവയൊത്തുചേരുമ്പോൾ ഓർമ്മകളുടെ തിരയിളക്കം. സ്മൃതി തരംഗം. സ്മൃതി തരംഗം. പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലേക്ക് കടക്കുന്ന ഓൾ ഇന്ത്യ റേഡിയോ കാലിക്കറ്റ്. ഇന്നത്തെ ആകാശവാണി കോഴിക്കോട്. അവിടെ വിവിധ കാലഘട്ടങ്ങളിൽ പ്രക്ഷേപണ യന്ത്രം ചലിപ്പിച്ചവരുടെ മഹാസംഗമം. സ്മൃതി തരംഗം. കർമ്മനിരതമായ മനസ്സുകളുടെ ഒത്തുചേരൽ. സ്മൃതി തരംഗം. 75 വർഷം പൂർത്തിയാവുന്ന കോഴിക്കോട് ആകാശവാണി പിന്നിട്ട വഴികൾ. ആ നിലയം നിങ്ങളെയൊക്കെ ജീവിതത്തെ കാഴ്ചപ്പാടിന് മാറ്റിയ കഥകൾ. പുതുതലമുറയുടെ ആശയങ്ങൾ, പ്രതീക്ഷകൾ, ആശങ്കകൾ നമുക്ക് പങ്കുവയ്ക്കാം. സ്മൃതി തരംഗം. ഷെല്ലാക്ക് റിക്കാർഡർ മുതൽ ഹാർഡ് ഡിസ്ക് ബേസ്ഡ് സിസ്റ്റം വരെ ശബ്ദലേഖന വിദ്യയുടെ പരിണാമ വഴികൾ. അവയൊക്കെ കണ്ടും പരിചയിച്ചും ഉപയോഗിച്ചുമുള്ള അനുഭവത്തിന്റെ പകർച്ചകൾ. വാക്വം ട്യൂബിൽ തുടങ്ങി സോളിഡ് സ്റ്റേറ്റ് വൈഡ് ബാൻഡ് ആംപ്ലിഫയറിൽ എത്തി നിൽക്കുന്ന പ്രസാരണത്തിന്റെ വളർച്ച. AM-ലും FM-ലും ഒതുങ്ങി നിൽക്കാത്ത പ്രക്ഷേപണത്തിന്റെ പുത്തൻ രീതികൾ. ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ചേർന്ന് സൃഷ്ടിച്ചെടുക്കുന്ന റേഡിയോയുടെ നവലോകം. അറിയാം, അറിവുകൾ പങ്കുവയ്ക്കാം. ഇത് മാറ്റങ്ങൾക്കൊപ്പം നടന്ന മനസ്സുകളുടെ മേള. സ്മൃതി തരംഗം. സ്മൃതി തരംഗം. കോഴിക്കോട് കടൽ തീരത്ത് മുമ്പ് ഫ്രഞ്ച് സൈന്യത്തിന്റെ അധീനതയിൽ കിടന്നിരുന്ന സ്ഥലത്ത് 1950 മെയ് 14 1 കിലോവാട്ട് പ്രസരണശേഷിയുള്ള ട്രാൻസ്മിറ്ററുമായി തുടങ്ങിയ കാലത്തെ പ്രക്ഷേപണ അനുഭവങ്ങൾ ഉള്ളവരോ അതേപ്പറ്റി പറഞ്ഞു കേട്ടവരോ ഉണ്ടോ? ഷെല്ലാക്ക് റിക്കോർഡറിൽ ശബ്ദം ലേഖനം നടത്തിയവരോ അത് കണ്ടവരോ ഇവിടെ വന്നവരിലുണ്ടോ? ആഗസ്റ്റിൽ പുതിയങ്ങാടിയിലെ 10 കിലോവാട്ട് മീഡിയം വേവ് ട്രാൻസ്മിറ്ററിലേക്കുള്ള മാറ്റം എങ്ങനെയായിരുന്നു? ശബ്ദലേഖനത്തിന് മാഗ്നറ്റിക് സ്പൂൾ റെക്കോർഡറുകൾ ഉപയോഗിച്ചു തുടങ്ങിയത് എന്നായിരുന്നു? 1965 ആഗസ്റ്റ് 15 1 കിലോവാട്ട് മീഡിയം വേവ് ട്രാൻസ്മിറ്ററിൽ ആരംഭിച്ച വിവിധ് ഭാരതി പ്രക്ഷേപണത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? 1995 വർഷാവസാനം പുതിയങ്ങാടിയിൽ പ്രാദേശിക നിലയത്തിനായി 100 കിലോവാട്ട് ട്രാൻസ്മിറ്റർ വന്നതോടെ കവറേജ് സമീപ ജില്ലകൾ പിന്നിട്ട് അങ്ങ് കാസർകോട്ടേക്കും കുടകിലേക്കും വരെ വ്യാപിച്ചിരുന്നത് ഓർക്കുന്നില്ലേ? ഫീൽഡ് സ്ട്രെങ്ത് സർവേക്ക് പോകുന്നത് OB കവറേജ് പോലെ രസകരമായ അനുഭവമായിരുന്നില്ലേ? ഒന്നിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്നു, മറ്റൊന്നിൽ അവ ജനങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് ആരായുന്നു. ഏതു നിലയത്തിന്റെയും പ്രക്ഷേപണ ചരിത്രം സാങ്കേതിക വിദ്യയുടെ വികാസത്തിന്റെയും അതിനു പിറകിൽ പ്രവർത്തിച്ച ബുദ്ധിയുടെയും കരങ്ങളുടെയും ചരിത്രം കൂടിയാണ്. ഡിജിറ്റലൈസേഷന്റെ ആദ്യഘട്ടം എവിടുത്തെ പോലെ കോഴിക്കോട്ടും ആരംഭിക്കുന്നത് CD റെക്കോർഡറുകളുടെ വരവോടെയാണ്. LP റെക്കോർഡറിലും ടേപ്പിലുമുള്ള ചലച്ചിത്രഗാനങ്ങളും പരിപാടികളും CD-കളിലേക്ക് പരകായ പ്രവേശം നടത്തി. പതിയെ പതിയെ പ്രക്ഷേപണത്തിനായി കമ്പ്യൂട്ടർ ഉപയോഗിച്ചു തുടങ്ങി. പ്രോഗ്രാം പ്രൊഡക്ഷനിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷനും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗും വരുന്നത് പുതിയ സഹസ്രാബ്ദത്തോടെയാണ്. ന്യൂ മില്ലിനിയം എഞ്ചിനീയർമാർക്കൊപ്പം നിന്ന് പഴയ തലമുറയും അതിൽ പങ്കാളികളായി. 2003 പുതുവർഷത്തിൽ 10 കിലോവാട്ട് FM ട്രാൻസ്മിറ്ററിലേക്ക് വിവിധ് ഭാരതി പ്രക്ഷേപണം മാറി. കോഴിക്കോട് വിവിധ് ഭാരതി റിയൽ FM എന്ന് ബ്രാൻഡ് ചെയ്ത് സ്വകാര്യ FM നിലയങ്ങളുമായി മത്സരിച്ച് വരുമാനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. അതിനു പിന്നിലെ മുഖ്യ ചാലകശക്തി 20 വർഷം പിന്നിട്ട ട്രാൻസ്മിറ്റർ ഇന്നും പൂർണ്ണമായ പ്രസരണശേഷിയോടെ പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ നിശബ്ദ സേവനത്തിന്റെ 75 വർഷങ്ങൾ. വിവിധ കാലഘട്ടങ്ങളിൽ കോഴിക്കോട്ട് പ്രവർത്തിച്ചിരുന്നവർ, വിരമിച്ചവർ, നമ്മെ പിരിഞ്ഞു പോയവർ, ഇപ്പോഴും കർമ്മനിരതരായി തുടരുന്നവർ. നമുക്കൊക്കെ പരസ്പരം പങ്കുവെക്കാനുള്ള കഥകൾ, ജീവിതത്തിന്റെ കടന്നുപോയ വഴിത്താരകൾ, അനുഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ. അവയിലൂടെ നമുക്ക് വരും കാലത്തിന് ഈടുവയ്പ് നൽകാം. വരൂ,
സ്മൃതി തരംഗത്തിനൊപ്പം ചേരൂ. സ്മൃതി തരംഗം. സ്മൃതി തരംഗം.